ഇതാണ് മാംഗോ ലസ്സി. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച, ഇന്നലെ കിട്ടിയ മാങ്ങ തണുപ്പിച്ചിട്ട് അതിനെ മിക്സിയിലിട്ടടിച്ച് നല്ല തൈര് ചേർത്ത് മാംഗോ ലസ്സി ഉണ്ടാക്കിയത്. ഈ ചൂട് കാലത്ത് അകം തണുപ്പിക്കാൻ പറ്റിയൊരു പാനീയമാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്ന് കാണാം. ഈ മാങ്ങയും കൊണ്ടാണ് ലസ്സി ഉണ്ടാക്കുന്നത്. നല്ല പഴുപ്പുള്ള മാങ്ങ കണ്ടോ. ഈ മാങ്ങ പൊട്ടിപ്പോണതിന് തന്നെ കാരണം എന്താണ്? അണ്ടി ചെറുതും നല്ല ദശ കിട്ടിയും. ഇത് നമുക്ക് ചെത്തിയെടുക്കാം. ഉള്ളിക്കണിക്ക കണ്ടോ, നല്ല ദശ കിട്ടിയുള്ളൂ. നമുക്ക് നല്ല മധുരമാണ്. കണ്ടാൽ ഒരു കഷ്ണം തിന്നും. ഇതുപോലെ ഇതും കൂടെ കൂടി എടുക്കാം. 3 മാങ്ങ അത് കൂടി ചെത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ പൾപ്പ് മാത്രം എടുത്തിട്ടുള്ളൂ. ഒട്ടും നാരില്ലാത്ത നല്ല മാങ്ങാപ്പഴം കേട്ടോ. ഇതിനകത്ത് നമുക്കിത് ആദ്യം ഇതൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. എന്നിട്ട് തൈര് ചേർത്ത് വീണ്ടും അടിക്കാം. അധികം പുളിയില്ലാത്ത തൈര് കേട്ടോ. ഇതൊരു അരക്കപ്പ് ഒഴിക്കും. ഇനി നമുക്ക് വീണ്ടും ഇത് അടിച്ചെടുത്തോണ്ട് വരാം. അപ്പം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം. നമുക്ക് ആ തൈരിൻ്റെ ഒപ്പം തന്നെ ഇല്ല. തൈര് 3 സ്പൂണായിരുന്നു, 2 സ്പൂണാണ്. ഇത് വലിയ സ്പൂൺ. ആ തവി അല്ല കേട്ടോ, ഇത് വേറെ തവിയാണ്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് വീണ്ടും അടിക്കാം. അതും അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രീസറിൽ വെച്ചിരുന്ന ഐസ് കട്ടയായിട്ടുള്ളതാണ്. ഈ ഒപ്പം ചേർക്കാം. ഇത് ഫ്രീസറിലിരുന്ന വെള്ളമാണ്. ഇത് മൊത്തം ഐസായിട്ടൊന്നുമില്ല, പകുതി ഐസായി തുടങ്ങിയതേ ഉള്ളൂ. ചേർത്ത് പാകത്തിന് വെള്ളം ചേർക്കാം. ഏലക്ക ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഏലക്ക ചേർക്കാം. വെള്ളം ചേർത്ത് ഒന്നും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകരം. മധുരം ഉണ്ടോ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി മാങ്ങ. നല്ല മധുരമുള്ള പഴുപ്പുള്ള മാങ്ങയാണ്. മാങ്ങയുടെ ഇനഭേദം അനുസരിച്ച് നിങ്ങൾക്ക് മധുരത്തിൻ്റെ അളവൊക്കെ കൂട്ടവും കുറയ്ക്കുകയും ചെയ്യാം. ഏലക്ക ഇടയ്ക്ക് ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. അപ്പം നമുക്ക് ഈ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ ഒരു നല്ല
പാനീയമാണ് മാംഗോ ലസ്സി. മാങ്ങയും തൈരും പഞ്ചസാരയും മാത്രമേ ഇപ്പം ഞാൻ ചേർത്തിട്ടുള്ളൂ. ഐസ് ക്യൂബല്ല, ഞാൻ ഐസ് വെള്ളം ഫ്രീസറിലിരുന്ന് ഐസ് വെള്ളം ഒഴിച്ചു. നമുക്ക് ഐസ് ക്യൂബ് ചേർക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഈ ചൂട് കാലത്ത് മാമ്പഴക്കാലത്ത് ഉണ്ടാക്കാനും നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ കൊടുക്കാനും എല്ലാം പറ്റിയ അടിപൊളി ലസ്സിയാണ് മാംഗോ ലസ്സി.